നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇനി പ്രതീക്ഷ അമിത്ഷായിൽ. UDF എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. 12 മണിക്ക് പാർലമെന്റിലാണ് കൂടിക്കാഴ്ച. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ അനുഭാവപൂർവമായ നിലപാടെടുക്കാമെന്ന ഉറപ്പ് അമിത്ഷാ നൽകിയെന്നാണ് സൂചന. അതേസമയം വിഷയത്തിൽ ചർച്ചയാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷം നോട്ടീസ് നൽകും. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നൽകിയ നോട്ടീസുകൾ തള്ളിയിരുന്നു. ഇന്നലെ ലോക്സഭയിലെ ശൂന്യവേളയിൽ എംപിമാർ വിഷയം ഉന്നയിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായും രംഗത്ത് വന്നിട്ടുണ്ട്. പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചു മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടന്നുവെന്ന ആരോപണം ഏറ്റെടുത്താണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതര വിഷയമാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. നിയമപ്രകാരം നടപടികളുണ്ടാകും. വിഷയത്തിന് രാഷ്ട്രീയ നിറം നൽകരുതെന്നും വിഷ്ണു ദേവ്സായി പറഞ്ഞു. പെൺകുട്ടികൾ ബസ്തറിൽ നിന്നുള്ളവരെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ആഗ്രയിൽ നഴ്സിംഗ് പരിശീലനവും ജോലിയും വാഗ്ദാനം ചെയ്താണ് കൊണ്ടുവന്നത്. കന്യാസ്ത്രീകൾക്ക് പെൺകുട്ടികളെ ഏൽപ്പിച്ചത് നാരായൺപൂർ സ്വദേശിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണമാണിത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ വിഷയം NIA കോടതിയിലേക്ക് നീങ്ങുന്നതോടെ BJP കേരള ഘടകത്തിനുമേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം മുറുകുന്നുണ്ട്. സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടുമെന്ന മട്ടിലാണ് കേരള ഘടകം നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത്. ജാമ്യം കിട്ടിയാൽ അത് തങ്ങൾ ചെലുത്തിയ സമ്മർദ്ദ ഫലമാണെന്ന വാദമുയർത്തി ഇതുവരെയുണ്ടായ ക്ഷീണം മറികടക്കാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. ജാമ്യാപേക്ഷയെ സെഷൻസ് കോടതിയിൽ പോലീസ് എതിർക്കില്ലെന്ന സൂചനയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കണ്ട ശേഷം BJP കേരള ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നൽകിയത്. എന്നാൽ ജാമ്യം കിട്ടിയില്ലെന്ന് മാത്രമല്ല, വിഷയത്തിന്റെ ഗൗരവം ഉയർത്തി NIA കോടതിയിലേക്ക് നീങ്ങുന്നതോടെ കേരള BJP ഉയർത്തിയ വാദങ്ങളെല്ലാം ദുർബലമാകുന്നുണ്ട്. ഛത്തീസ്ഗഡ് സർക്കാരിനെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ വേണ്ടി വന്നാൽ അവിടേക്ക് പോകാനും തയ്യാറാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷേ നിലവിൽ കേരള ഘടകത്തിന്റെ വാദം അംഗീകരിക്കില്ലെന്ന വ്യക്തമായ സൂചനയാണ് അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം നൽകുന്നത്. കന്യാസ്ത്രീകൾ നടത്തിയത് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണെന്ന് പരസ്യമായി ആരോപിക്കുന്ന ആക്രമണോത്സുക നിലപാടിൽ ഛത്തീസ്ഗഡ് സർക്കാരും വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കാതെ കേന്ദ്ര സർക്കാരും നിൽക്കുമ്പോൾ പാർട്ടിയുടെ പൊതുനിലപാട് എന്താണെന്ന് കേരള ഘടകത്തിന് വ്യക്തമായി അറിയാം. ഹിന്ദി മേഖലയിൽ BJP പയറ്റുന്ന രാഷ്ട്രീയത്തെ തിരുത്താനൊന്നും കേരള ഘടകത്തിനാവില്ലെന്നതിന് തെളിവ് കൂടിയാണ് 6 ദിവസമായി കന്യാസ്ത്രീകൾ അനുഭവിക്കുന്ന ജയിൽവാസം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കാത്തതിനെതിരെ കടുത്ത വിമർശനമുയരുകയാണ്. വിഷയത്തിൽ സുരേഷ് ഗോപി മൗനം പാലിച്ചപ്പോൾ കന്യാസ്ത്രീകൾക്കായി നൽകിയ ജാമ്യ ഹർജിയിലെ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയുള്ള ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം വലിയ വിമർശനമുയർത്തുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ സർക്കാർ ഉണ്ടെന്നും കേരളത്തിലെ BJP എന്തിന് വേവലാതിപ്പെടുന്നുവെന്നും സംസ്ഥാനത്തെ RSS അനുകൂല കേന്ദ്രങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ വന്നതും കേരള നേതൃത്വത്തിന് തലവേദനയായി. ഛത്തീസ്ഗഡ് സർക്കാർ കടുംപിടുത്തം ഉപേക്ഷിച്ച് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഇടപെടുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ്താവനകളിൽ മിതത്വം പാലിച്ച കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന ആശങ്കയിൽ നിലപാട് കടുപ്പിച്ചു. തന്നെ സന്ദർശിച്ച മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ BJP നേതാക്കളെ കടന്നാക്രമിച്ചപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ അതിന് പിന്തുണയെന്നോണം അദ്ദേഹത്തിനൊപ്പം നിന്നു. കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടിയ ശേഷം ചായ കുടിക്കാമെന്ന് BJP ഉന്നമിട്ട് ക്ലീമീസ് കടുപ്പിച്ചു പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന പശുതിന്നു പോകുന്ന ഗതികേടിലാണെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പ്രതികരിച്ചു. കന്യാസ്ത്രീകളെ ജയിലടച്ചതിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് കരുവാഞ്ചലിൽ നടത്തിയ പ്രതിഷേധ റാലിയും സംഗമവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. BJP സംഘപരിവാർ അധികാരത്തിലെത്തിയ ശേഷം മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമങ്ങളേറി. വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന നൽകുന്ന അവകാശത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ലോഹയിട്ടവരെയും തിരുവസ്ത്രം ധരിച്ചവരെയും ശത്രുക്കളായി കാണാൻ തക്കവണ്ണം ജനാധിപത്യം തകർന്നു. കാലം മാപ്പു തരാത്ത കാബാലികതയാണ് അരങ്ങേറുന്നതെന്ന് പറയാൻ പേടിയില്ല. മുൻപ് ഇന്ത്യൻ ജനസംഖ്യയിൽ 2.7% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇപ്പോൾ 2.4%. അപ്പോൾ പിന്നെ എവിടെയാണ് മതപരിവർത്തനം നടക്കുന്നത്? കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ ആവശ്യമായ സഹായം ചെയ്യുന്നുണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ട് എന്തായി? മണിപ്പൂർ കലാപ സമയത്തും ഗോത്രങ്ങളാണ് അക്രമം അഴിച്ചുവിടുന്നതെന്ന് പറഞ്ഞ് സർക്കാർ കൈകഴുകുകയാണ് ചെയ്തത്. ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റാനാകാത്തവർ രാജിവെച്ചൊഴിയണം. ഇരയോട് തോടുകയും വേട്ടക്കാർക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നത് ഇനിയും ഞങ്ങൾ വിശ്വസിക്കില്ല. ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ വിശ്വാസം വെടിയുകയുമില്ല എന്നും പാംബ്ലാനി പറഞ്ഞു. ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കുമായി എത്തുന്നവരിൽ നിന്ന് ആത്മാർത്ഥമായ സമീപനം പ്രതീക്ഷിക്കുന്നുവെന്ന് KCBC പ്രസിഡന്റ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം കാത്തലിക് ഫോറം
പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് കഴിഞ്ഞ ദിവസം മൗന ജാഥ നടത്തിയിരുന്നു. അതിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടിയുള്ള പ്രകടനത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജേനെറ്റോ, മാർത്തോമ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ് തുടങ്ങിയവരും നൂറുകണക്കിന് വിശ്വാസികളും അണിനിരന്നു. ക്രൈസ്തവർ 2000 വർഷമായി മതപരിവർത്തനം നടത്തുന്നതെന്നാണ് പ്രചാരണം. അങ്ങനെയെങ്കിൽ ക്രൈസ്തവർ ഇപ്പോഴും എങ്ങനെയാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ 2% ഒതുങ്ങിപ്പോയതെന്ന് ചിന്തിക്കണമെന്ന് മാർ ക്ലിമീസ് പറഞ്ഞു. ആൾക്കൂട്ട വിചാരണ നേരിട്ട സന്യാസിനിമാർക്ക് ജാമ്യം നിഷേധിച്ചപ്പോൾ ചിലരുടെ ആഘോഷം കണ്ടു. ഇതാണോ ആർഷഭാരത സംസ്കാരം? ആയിരക്കണക്കിന് കന്യാസ്ത്രീകൾ 10,000-കണക്കിന് ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. തടവറയിൽ അടയ്ക്കപ്പെട്ടത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളാണെന്നും തടയേണ്ട സംവിധാനങ്ങൾ നോക്കുകുത്തികളായെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജേനെറ്റോ പ്രതികരിച്ചു. നീതി മരിച്ചു പോകുന്നുവെന്ന് സന്ദേഹിക്കേണ്ട കാലമാണെന്ന് ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ ആദിവാസികളുടെ ജനസംഖ്യ കുറയ്ക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുകയാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോണ്ടോ ജോൺ തെക്കേക്കര ആരോപിച്ചു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. ലത്തീൻ അതിരൂപത വികാരി ജനറൽ മോൺ യൂജിൻ എച്ച് പെരേര, നെയ്യാറ്റിൻകര രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡി സെൽവരാജൻ, തിരുവനന്തപുരം മേജർ അതിരൂപത വികാരി ജനറൽ മോൺ വർക്കി ആറ്റുപുറത്ത് എന്നിവർ പ്രസംഗിച്ചു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരള എംപിമാരും ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള BJP എംപിമാരും തമ്മിൽ ലോക്സഭയിൽ കടുത്ത വാക്കേറ്റമുണ്ടായി. കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് ശൂന്യവേളയിൽ ആദ്യം KC വേണുഗോപാലും തുടർന്ന് കൊടിക്കുന്നിൽ സുരേഷും ആവശ്യപ്പെട്ടു. ഇതിനിടയിലാണ് BJP എംപിമാർ എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചത്. ഇതിനെതിരെ കേരള എംപിമാർ നടുതളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഛത്തീസ്ഗഡിൽ നിർബന്ധിത പരിവർത്തനം നടക്കുന്നതായി ബസ്തർ MP മഹേഷ് കശ്യപ് ആരോപിച്ചതും ബഹളത്തിന് കാരണമായി. ബസ്തറിലെ പെൺകുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി മതം മാറ്റുന്നുവെന്നും ചൂഷണത്തിന് വിധേയരാക്കുന്നുവെന്നും കശ്യപ് ആരോപിച്ചു. പ്രതിപക്ഷം അത്തരക്കാർക്ക് സംരക്ഷണം നൽകുകയാണ്. ഇത് തടയാൻ ശക്തമായ നിയമം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹൈബി ഈഡൻ വിഷയം ഉയർത്തിയപ്പോഴും BJP എംപിമാർ എതിർത്തു. ഫ്രാൻസിസ് ജോർജും കേന്ദ്രത്തിന് നീതിപൂർവകമായ ഇടപെടൽ തേടി. ബലമായി ജോലിക്ക് കൊണ്ടുപോവുകയാണെന്ന് യുവതികളിൽ ഒരാൾ പറഞ്ഞിരുന്നതായി BJPയുടെ ദുർഗ് MP വിജയ് ബാഗേൽ ആരോപിച്ചതും ബഹളത്തിന് കാരണമായി. കന്യാസ്ത്രീകളോട് അതിക്രമം നടത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നാണ് ബാഗേൽ വിശേഷിപ്പിച്ചത്. കേരള എംപിമാരാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് എടുത്തു പറഞ്ഞ് വിമർശിച്ചതോടെ ബഹളം കടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.